നാട്ടിലൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരു ബാലികേറാമലയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാരാണ് വിവാഹം കഴിക്കാതെ, അതായത് പെൺകുട്ടികളെ ലഭിക്കാതെ 35-40 വയസ്സായിട്ട് നാട്ടിൽ നിൽക്കുന്നത്. ആ ഒരു സെയിം സിറ്റുവേഷനിലാണ് നമ്മുടെ ധാരാളം ആൾക്കാർ UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഈ രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. UK കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ, കാരണം ഇങ്ങനെ നേഴ്സായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഒരു Tier 2 വിസ കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ധാരാളം ആൾക്കാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലണ്ടനോ അല്ലെങ്കിൽ കേംബ്രിഡ്ജോ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലാണ് റെൻറ്റ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് വൈഫൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു റൂമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോഴും നമ്മൾ 2 ബെഡ്റൂമോ അല്ലെങ്കിൽ 3 ബെഡ്റൂമോ വീടുകളൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് എടുക്കാൻ നിർബന്ധിതരാകും. കാരണം നമുക്ക് അത്രയും റെൻറ്റ്, ചിലപ്പോൾ 1000-1500 പൗണ്ടായിരിക്കും നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും റെൻറ്റ് നമ്മൾ ഒരുമിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞ് UK എത്തിച്ചേർന്നതേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് വന്ന ആൾക്ക്, ഡിഫറൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ജോലി ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു സെയിം സമയത്താണ് നമ്മളിങ്ങനെ ഒരു വീടെടുക്കാൻ പോകുമ്പോൾ നമുക്ക് ചിലപ്പോഴൊരു സിംഗിൾ ബെഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ മിക്കവാറും ഉള്ളിടത്തൊന്നും തന്നെ ചിലപ്പോൾ ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു 1 ബെഡ്റൂം ഹൗസോ ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെയൊക്കെ തന്നെ 2 ബെഡ്റൂമോ അല്ലെങ്കിൽ 3 ബെഡ്റൂമാണ് അവൈലബിൾ എങ്കിൽ നമ്മൾ അത് എടുക്കും. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വീട് ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഷെയർ ചെയ്ത ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു വലിയൊരു അബദ്ധമാണ്. ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 2 നേഴ്സുമാരാണ്. അപ്പോൾ ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റെൻറ്റിൽ ഒരു കുറവ് വരുമല്ലോ എന്നുള്ള ആ ഒരു കണക്കൂട്ടിൽ അവരുടെ 1 ബെഡ്റൂം അവർ ഷെയർ ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ കുട്ടിയുടെ ജീവിതവും കാര്യവുമായിട്ട് പോകുന്നു. ഇവർ ഒരു കിച്ചണാണ്, 2 ടോയ്ലറ്റ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരേ കിച്ചൺ തന്നെ ഷെയർ ചെയ്ത് ഇവർ 2 പേരും കുക്ക് ചെയ്ത് അവർ ജീവിച്ചു പോന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു നേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡ് കൂടെയുണ്ട്. ഹസ്ബൻഡ് വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതിന് ജോലി ലഭിച്ചു. പുള്ളിക്കാരനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അല്ലറ ചെറിയ എന്താ പറയുക, വീക്കെൻഡ് മദ്യപാനം ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ പൈസയുടെയൊക്കെ ആവശ്യം വന്നു. എന്തായാലും ഇങ്ങനെ റെൻറ്റിൽ കൊടുത്ത് ഷെയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും അവർക്ക് ജീവിച്ചു പോകാനായിട്ട് 2 പേർക്കും ജോലിയുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു 7 മന്ത്സ് പ്രഗ്നൻസിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ നാട്ടിലേക്ക് ഡെലിവറിക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിച്ചു. സത്യത്തിൽ നമ്മുടെ UK വരുന്ന എല്ലാവരും തന്നെ, ഇപ്പോൾ ഒരു മിക്കവാറും ഉള്ള എല്ലാ ആൾക്കാരും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് എല്ലാവരും ഡെലിവറി നടത്തുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ വരുന്ന സമയത്താണ്, ഓപ്പറേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നാട്ടിലേക്ക് നമ്മൾ ഡെലിവറിക്കായിട്ട് പോകുന്നത്. എന്തായാലും ഇവർ നാട്ടിൽ ഡെലിവറിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പം അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പുള്ളിക്കാരിക്ക് യാതൊരു സംശയങ്ങളും ആരിലും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ വന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ അവരവരുടെ ജോലി ചെയ്ത് അവർ കഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു 7 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടിയെ ഹസ്ബൻഡ് നാട്ടിൽ കൊണ്ടുവിട്ടു. അപ്പം നാട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന പുള്ളിക്കാരന് കുക്കിങ്ങിൽ വലിയ താല്പര്യം അല്ലെങ്കിൽ കുക്കിങ് അറിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുക്കിങ്ങിൽ വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ഈ ഷെയർ ചെയ്ത പെൺകുട്ടിയുമായിട്ട് ആ പെൺകുട്ടി പതുക്കെ കിച്ചണിൽ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പുള്ളിക്കാരനോട് കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു പ്രഗ്നൻസിയിലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡെലിവറിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 4-5-6 മാസമൊക്കെ നാട്ടിൽ സാധാരണ നിൽക്കാറുണ്ട്. ഈ ഒരു 6 മാസം കൊണ്ട് ഇവർ തമ്മിൽ വലിയ രീതിയിൽ അടുത്തു. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സുദൃഢമായി. അങ്ങനെ ഈ പുള്ളിക്കാരി നാട്ടിൽ പോയിട്ട് ഡെലിവറി കഴിഞ്ഞ്
തിരിച്ചു വന്നപ്പോഴേക്കും ഹസ്ബൻഡ് തന്നെയാണ് നാട്ടിൽ കൊണ്ടുവിട്ടതും അതേപോലെയൊക്കെ തന്നെ ഡെലിവറി കഴിഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതും ഈ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നേഴ്സായിട്ടുള്ള പുള്ളിക്കാരി ഡെലിവറിക്ക് വേണ്ടി പോയ പുള്ളിക്കാരിക്ക് ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോഴും ഇങ്ങനെയുള്ള യാതൊരു സംശയങ്ങളും തോന്നിയില്ല. കാരണം അതുവരെ ഒരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹസ്ബൻഡാണ്, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ നേഴ്സായിട്ടുള്ള പുള്ളിക്കാരിക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ മുകളിൽ ചെറിയ സംശയങ്ങൾ ഉടലെടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങൾ തൻ്റെ ഭർത്താവ് ഇപ്പോഴ് വെച്ചു പുലർത്തുന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ വലിയൊരു ക്ലാഷ് ഉണ്ടായി. കാരണം ഒരു ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോഴും മെറ്റേണിറ്റി ലീവിൽ തന്നെയാണ്. പല ദിവസങ്ങളിലും തിരിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഈ നേഴ്സായിട്ടുള്ള പുള്ളിക്കാരിയും ഈ ഹസ്ബൻഡും കൂടെ ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഇവർ തമ്മിൽ ഭയങ്കര സംസാരം. ഈ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇത്രയും വലിയ സംസാരങ്ങളോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെയുള്ളൊരു ബന്ധമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുള്ളിക്കാരി ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ ഈ കൂട്ടുകാരി പെൺകുട്ടിയുമായിട്ട് ഹസ്ബൻഡ് ഭയങ്കര കളിച്ചിരികളാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോയിട്ടൊക്കെ തിരിച്ച് വരുമ്പോൾ രണ്ടുപേരും കൂടെയൊക്കെ ഒരുമിച്ച് ഏകദേശം ഒരേ സമയത്ത് വരുന്നു. അതുപോലൊക്കെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടിയുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണ് പുള്ളിക്കാരി ഷോപ്പിങ്ങിന് പോകുന്നതും അതുപോലൊക്കെ തന്നെ പുറത്ത് പോകുന്നതും എല്ലാം ഇവർ തമ്മിലാണ്. അപ്പോൾ ഈ കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പലപ്പോഴും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ പുറത്തൊന്നും പോകാനുള്ള ഒരു സമയം കിട്ടാറില്ല, അങ്ങോട്ട് പോകാറില്ല. ഈ സംശയങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇവരുടെ മനസ്സിലേക്ക് ഉടലെടുത്തു. അപ്പോൾ എല്ലാ സമയങ്ങളിലും നോക്കുമ്പോൾ ഇവർ ഈ ഒരു മറ്റേ നേഴ്സും തൻ്റെ ഭർത്താവും തമ്മിൽ കൂടുതൽ അടുക്കുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായി. മാത്രവുമല്ല ഈ പുള്ളിക്കാരി ജോലി ചെയ്യുന്ന NHS ഹോസ്പിറ്റലാണ്. ഈ പുള്ളിക്കാരൻ അതിനടുത്തുള്ള ഏതോ ഒരു കമ്പനിയിലാണ്. അപ്പോൾ രാവിലെ പോകുമ്പോഴും ഏകദേശം ഒരു സെയിം ടൈമാണ്. പുള്ളിക്കാരിയെ കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ വിട്ടിട്ടാണ് പുള്ളിക്കാരൻ തൻ്റെ ജോലിക്ക് പോകുന്നത്. അതേപോലെ തന്നെ പല സമയങ്ങളിലും വൈകിട്ട് ഈ പുള്ളിക്കാരന് നേരത്തെ വരും, പക്ഷേ പുള്ളിക്കാരി ഒരു അരമുക്കാൽ മണിക്കൂർ താമസിച്ചാണ്. പക്ഷേ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് ഈ പുള്ളിക്കാരൻ എന്ന് ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം നോക്കുമ്പോൾ രാത്രിയിൽ കുഞ്ഞു ഞെട്ടി ഉണർന്ന് കരഞ്ഞു കഴിയുമ്പോൾ ഈ പുള്ളിക്കാരൻ നോക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഹസ്ബൻഡിനെ കാണാനില്ല. നോക്കുമ്പോൾ അടുത്ത റൂമിൽ ഈ ഒരു അടച്ച സംസാരം കേട്ട് അങ്ങോട്ട് ചെന്ന് ഈ പുള്ളിക്കാരെ കാണുന്നത് രണ്ടുപേരും ഒരു ബെഡിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതോടുകൂടി ഈ പുള്ളിക്കാരുടെ സകല കൺട്രോളുകളും പോയി. കാരണം ഈ പുള്ളിക്കാരി പാവം പിടിച്ച ഒരു നേഴ്സായിരുന്നു. തൻ്റെ ഹസ്ബൻഡിനെ അത്രയ്ക്ക് വിശ്വസിച്ച ഒരാളായിരുന്നു. കാരണം ഈ ഒരു നാട്ടിൽ പോകുന്ന സമയം വരെ പുള്ളിക്കാരിക്ക് അങ്ങനെയുള്ള യാതൊരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. 2 ദിവസം കൊണ്ട് തന്നെ ഈ പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരനും റെൻറ്റിന് വെച്ച പുള്ളിക്കാരും തമ്മിൽ വലിയ കലഹങ്ങളുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഈ പുള്ളിക്കാരി അവരുടെ സാധനമെല്ലാം എടുത്തുകൊണ്ട് പുള്ളിക്കാരി അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോയി. എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നെങ്കിലും ഈ ഷെയർ ചെയ്ത പുള്ളിക്കാരി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇവർ പരമാവധി ശ്രമിച്ചു. കാരണം നമ്മളുടെ ഒരു ജീവിതമാണ്, നമ്മൾ വിവാഹം കഴിച്ചാണ്, ബാക്കിയെല്ലാം മറക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഹസ്ബൻഡിനെ കൂടെ നിർത്തി അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് സ്നേഹിച്ച ഒരു ഭർത്താവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക. പക്ഷേ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് മറ്റേ പെൺകുട്ടിയുമായിട്ടാണ് ഇപ്പോഴും കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ അയാൾ തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും പല ദിവസങ്ങളിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് മറ്റവരെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞുമായിട്ട് വന്നിട്ടുള്ള ഒരു സ്വന്തം വൈഫിനെ ഒന്ന് നോക്കാനോ അല്ല ഒരു കുഞ്ഞിനെ ഒന്ന് ലാളിക്കാനോ ഇദ്ദേഹം സമയം കണ്ടെത്തുകയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സകല നിയന്ത്രണങ്ങളും ഈ പെൺകുട്ടിയുടേത് നഷ്ടപ്പെട്ടു. കാരണം ഒരു പിഞ്ചു കുഞ്ഞുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനുള്ള കെയർ കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് ജോലിയിലേക്ക് തിരിച്ചു കയറണം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. കാരണം ഇത്രയും നാളെ നടന്ന സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അത് മറക്കുക അല്ലെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത്. കാരണം ജോലിക്ക് ഇനിയും പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണം. നാട്ടിൽ നിന്ന് ഇനിയും അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ചിലവാണ്. അതിന് തക്ക ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ കൂടെ നിർത്താനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അന്നേരവും മറ്റേ പെൺകുട്ടിയുമായിട്ടാണ്
കൂടുതൽ ബന്ധമുള്ളത്. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ മറക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ ഒരു 6 മാസത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവർ തമ്മിൽ അടുത്തു. പക്ഷേ ഈ പെൺകുട്ടി അവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കാൻ പോയിട്ടും ഇദ്ദേഹം മിക്കവാറും ഇവരെ കാണാനായിട്ട് പോകുന്നുണ്ട്. അത് ഈ പുള്ളിക്കാരി അറിയുന്നുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. വീട്ടുകാരോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അവർക്കിപ്പം നാട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ചെയ്യുക. അപ്പോൾ നാട്ടിൽ നിന്ന് ഇദ്ദേഹത്തുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഈ പെൺകുട്ടി ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരോടൊന്നും ഇദ്ദേഹം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യമേ പറയുന്നില്ല. അത്രയ്ക്കും മറ്റേ പെൺകുട്ടിയുമായിട്ട് ഇവർ അടുത്തു. അങ്ങനെ ഫൈനലി ഈ പെൺകുട്ടിക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഡിവോഴ്സ് ചെയ്യുക അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. കാരണം ഇദ്ദേഹത്തെ മാക്സിമം അവർ ശ്രമിച്ചു നോക്കി തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഹോം ഓഫീസിൽ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഇദ്ദേഹം നാട്ടിൽ പോയൊരു 5-6 മാസം നാട്ടിൽ നിന്നു. ഈ പെൺകുട്ടി അവരുടെ അമ്മയ്ക്ക് വിസ ഈ ഒരു വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് UK കൊണ്ടുവന്ന് ഇവിടെ ജീവിക്കുകയാണ്. ഇദ്ദേഹം നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് 8 പണിയാണ് കിട്ടിയത്. കാരണം ഈ മറ്റേ പെൺകുട്ടി ഈ ഒരു 6 മാസം കൊണ്ട് വേറെ വിവാഹം കഴിച്ച് അവർ സുഖമായിട്ട് തിരിച്ചിവിടെ വന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ നാട്ടിലാണ്, എന്നിട്ട് പോലും മറ്റേ പുള്ളിക്കാരുടെ വിവാഹം കഴിഞ്ഞത് ഒന്നും തന്നെ ഈ പുള്ളിക്കാരൻ അറിയുന്നില്ല. എന്തായാലും ആ മറ്റേ പുള്ളിക്കാരൻ നേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതീവ സമർത്ഥയായിരുന്നു. ഇവരുടെ കുടുംബം കലക്കുകയും ചെയ്തു. അവർ പോയിട്ട് പുതിയൊരു കല്യാണം കഴിക്കുകയും ചെയ്തു. ഈ സ്ഥലത്ത് നിന്ന് അവർ മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക്, UK തന്നെ വേറൊരു സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ ആരും തന്നെ അറിയുന്നില്ല. ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ നാട്ടിലാണ്, അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന ഈ പൊട്ടൻ, ഈ മരപ്പൊട്ടന് അദ്ദേഹത്തിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നഷ്ടപ്പെട്ടു. ആ സ്നേഹിച്ച പെൺകുട്ടിയുണ്ടോ അത് വിവാഹം കഴിച്ച് വേറെ ഹസ്ബൻഡുമായിട്ട് UK തിരിച്ചെത്തുകയും ചെയ്തു. ഇദ്ദേഹം നാട്ടിൽ കിടന്ന് തെണ്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഷെയർ ചെയ്യാനൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾ ജാഗ്രത എടുത്തുകൊണ്ട് വേണം ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് നമ്മളുടെ വീടുകൾ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്തായാലും ആ പെൺകുട്ടി സുഖമായിട്ട് UK ജീവിക്കുന്നുണ്ട്, അവരുടെ അമ്മ കൂടെയുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോഴും ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ അതിന് വേറൊരു പുനർവിവാഹമൊക്കെ വേണമെങ്കിൽ നടക്കാവുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ കഥാനായകൻ നാട്ടിൽ കിടന്ന് തെണ്ടുകയാണെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള രാജ്യത്തെ ഒരു നേഴ്സിനെയൊക്കെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണെന്ന് നിങ്ങൾ കരുതണം. കാരണം നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള ധാരാളം യുവാക്കളാണ് ഇപ്പോൾ പെണ്ണ് കിട്ടാതെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതേപോലെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് വരാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ഒരു കാരണവശാലും തട്ടിത്തെറിപ്പിക്കാതെ ഏതൊരു രാജ്യത്താണോ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, ഒരു കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ കൂടൊപ്പം ജീവിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയത്നിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പടുകുഴിയിലേക്ക് നിങ്ങൾ വീഴുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.